നമസ്കാരം. മെഴുകൽ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ചില സിനിമയിലൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് മെഴുകിപ്പോയി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഈ മെഴുകൽ ഈ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ ഇന്ന് വളരെ മനോഹരമായൊരു അവസരം ഹയാത്ത് എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ച് ഉണ്ടായി. വേറൊന്നുമല്ല, ഈ മെഴുകിയതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ സൂപ്പർ താരം മോഹൻലാൽ ആണ്. നമ്മുടെ ലാലേട്ടൻ ആണ്. ലാലേട്ടൻ വന്ന് ഇന്ന് കാര്യമായ രീതി മെഴുകി തേച്ചൊട്ടിച്ചിട്ട് പോവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു പത്രസമ്മേളനം എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് മൻ കി ബാത്ത് എന്ന് പറയാം. അതായിരിക്കും കുറച്ചുകൂടെ അതിന് ഭംഗിയുള്ളൊരു വാക്ക്. അദ്ദേഹം വന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നേരെ എല്ലാം കഴിഞ്ഞു. എന്നാൽ ഞാൻ പൊക്കോട്ടെ മക്കളെ എന്നുള്ള ലെവലിൽ പതിവ് ലാലേട്ടൻ സ്റ്റൈലിൽ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ പത്രക്കാർ പറഞ്ഞു, അയ്യോ ലാലേട്ട പോകാൻ വരട്ടെ, ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ ഓരോന്നായി എറിഞ്ഞു നോക്കി. പക്ഷേ നമുക്കറിയാമല്ലോ, ഡിപ്ലോമസിയുടെ കാര്യത്തിൽ മോഹൻലാലിനെ കടത്തി വെട്ടാൻ ഇനി ഒരാൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത്ര ഡിപ്ലോമാറ്റിക്കാണ് മോഹൻലാലിൻ്റെ ഓരോ വാക്കും ചലനങ്ങളും നോട്ടവും പോലും. നമുക്കറിയാം, ഒരു സിനിമാറ്റിക് ടച്ച് എപ്പോഴും അദ്ദേഹത്തിൻ്റെ സാധാരണ ലൈഫിൽ പോലും വെച്ച് പുലർത്തുന്ന, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് പുലർത്തുന്ന ഒരു നടനാണല്ലോ മോഹൻലാൽ. അത് നമുക്ക് നന്നായിട്ട് അറിയാം. മാധ്യമങ്ങൾക്ക് മുന്നിലും വന്ന് നിന്ന് കുറച്ചു നേരം അഭിനയിച്ചു എന്ന് പറയുന്നതാവും ശരി, അഭിനയിച്ചു പോയി. പല ചോദ്യങ്ങൾ എറിഞ്ഞു നോക്കി, അയ്യോ അങ്ങനെയൊന്നും ഇല്ല, അയ്യോ ഞാൻ എന്താ അതിന് മറുപടി പറയേണ്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഏറ്റവും അവസാനം ഒരു ചോദ്യത്തിൽ ഇങ്ങനെ പവർ ഗ്രൂപ്പിനെ കുറിച്ചൊരു ചോദ്യം വന്നപ്പോൾ, അയ്യോ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഒന്നും ഇല്ല, ഞാൻ പവർ ഗ്രൂപ്പിൻ്റെ ആളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് എത്ര നൈസായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ചോദ്യങ്ങളിൽ നിന്ന് മോഹൻലാൽ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു മുതിർന്ന നടൻ എന്ന് തന്നെ പറയണം, ഒഴിഞ്ഞു മാറുന്നത് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. വളരെ വ്യക്തവും ശക്തവും സുദൃഢവുമായ വാക്കുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണത്. എന്നാൽ ഇതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, എല്ലാവരും കൂടി അമ്മ എന്ന് പറയുന്ന സംഘടനയെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്രൂശിക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയാണ് തകരുന്നത്, മലയാളം ഫിലിം ഇൻഡസ്ട്രി തകരുന്നു എന്നുള്ള ഒരു വിഷമം അദ്ദേഹം ജനങ്ങളോട് പങ്കുവച്ചു, മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചു, അല്ലെങ്കിൽ നമ്മളെ പോലെ കാഴ്ചക്കാരോട് പങ്കുവച്ചു. സത്യത്തിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ തകർക്കുന്നത് അല്ലെങ്കിൽ തകർത്തത് നമ്മളൊരു കാഴ്ചക്കാരാണോ, അതുമല്ലെങ്കിൽ ചില താല്പര്യമുള്ളവരാണോ? ഒന്നുമല്ല. മലയാള ഫിലിം ഇൻഡസ്ട്രി തകർന്നു പോയതിൻ്റെ പ്രധാന കാരണക്കാർ ഈ AMMA എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന, നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന, നമ്മളെല്ലാവരും വലിയ നടന്മാരാണെന്ന് കരുതിയിരുന്ന അവരുടെ ചില സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണ്. അവരവരുടെ സഹപ്രവർത്തകരോട് കാണിച്ച തോന്നിവാസം കൊണ്ട് മാത്രമാണ് മലയാള സിനിമ ഇൻഡസ്ട്രി തകർച്ചയിലേക്ക് പോയത്. അല്ല എന്ന് ഇനി മോഹൻലാലല്ല ആര് വന്ന് പറഞ്ഞിരുന്നാലും ശരി, ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ആദ്യം തന്നെ അദ്ദേഹം കുറച്ച് ജാമ്യമൊക്കെ എടുത്തിട്ടാണ് പ്രസംഗം തുടങ്ങിയത്. ജാമ്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കുറച്ചു കാലം ഇവിടെ ഇല്ലായിരുന്നു, എൻ്റെ വേറെ ചില പ്രശ്നങ്ങളുമായി ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു, അതിൻ്റെ ഭാര്യയുടെ സർജറി ഉണ്ടായിരുന്നു, അതുമായി തിരക്കുകളിലായിരുന്നു, ബറോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ തിരക്കുകളിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആദ്യം താൻ ഇവിടെ ഇല്ലാതിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ഷമാപണം നടത്തി. ശരി തന്നെ, നല്ല കാര്യം തന്നെ. നമ്മൾ ആ ക്ഷമാപണത്തെ ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് നോക്കാം. ഇതേ ക്ഷമാപണം നടത്തുന്നതിനിടയിൽ പോലും, അല്ലെങ്കിൽ ഇത്രയും വലിയ തിരക്കുകൾക്കിടയിൽ നിന്ന് പോലും ഈ പറയുന്ന AMMA എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിൽ നിന്നും രാജിവെക്കാനുള്ള സന്നദ്ധത അദ്ദേഹം കാണിച്ചു. 1. 2, അദ്ദേഹം അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിൽ നിന്നും ഒരു ഒളിച്ചോട്ടം നടത്താനാണ് ശ്രമിച്ചത്. അത് മാത്രമല്ല, രാജിവെക്കുക മാത്രമല്ല, അതുവരെ ഉണ്ടായിരുന്ന അതിൻ്റെ ഭരണസമിതിയെ തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. ഇത്ര തിരക്ക് പിടിച്ച് അദ്ദേഹത്തിൻ്റെ ബറോസിൻ്റെ തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഭാര്യയായ സുചിത്രയുടെ ചികിത്സാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ചികിത്സയും ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കുകളും, അങ്ങനെ എല്ലാ തിരക്കുകൾക്കിടയിൽ നിന്നും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ വളരെ തിടുക്കപ്പെട്ട് എന്തിനാണ് ഒരു രാജിക്കത്ത് അയച്ചത്, അതിനുശേഷം ഈ ഭരണസമിതിയെ തന്നെ പിരിച്ചുവിട്ടത് എന്തിനാണ്, അതിനെക്കുറിച്ച് കാര്യം പറയേണ്ടത് മോഹൻലാലിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമല്ലേ? അതല്ല എന്നുണ്ടെങ്കിൽ മോഹൻലാലിനെതിരെ ഇതുവരെ ഒരു ആരോപണം വന്നിട്ടില്ല. മോഹൻലാൽ എന്ന് പറയുന്ന നടനെക്കുറിച്ച് ഇതുവരെ ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്ത്രീകൾ പോലും പരാതി പറഞ്ഞിട്ടില്ല, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും പരാതി പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും എന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു? ആരെ രക്ഷിക്കാൻ, ആരുടെ മുഖം രക്ഷിക്കാനാണ് ഈ രാജി എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആരുടെ മുഖവും അങ്ങനെ ചില കുൽസിത താല്പര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും.
കാര്യം ഇത്ര തിടുക്കപ്പെട്ടുള്ള രാജി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതാണ്. സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ തനിക്കെതിരെ ആരോപണം ഉണ്ടായ അതേ സ്പോട്ടിൽ തന്നെ രാജിവെച്ചു. അവിടെ ഒരു കാരണമുണ്ട്. സിദ്ദിഖിന് പറയാനൊരു കാരണമുണ്ട്. തനിക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. മോഹൻലാൽ രാജിവെച്ച് എനിക്ക് മാനസികമായ പ്രശ്നമുണ്ട്, ഇതെന്നെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒന്നാണ്, അങ്ങനെ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ പിന്നെ എന്തിനാണ് രാജിവെച്ചത്? ആരെ സംരക്ഷിക്കാനാണ്? പിന്നെ ചില വെള്ളപൂശലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അവർ കുറ്റക്കാരാണെന്നും അല്ലെന്നും പറയാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിന് പറയാൻ ഞാൻ യോഗ്യനല്ല. പിന്നെ എന്തിനാണ് എല്ലാവരെയും കൂടെ അടപടലം കൊണ്ടുവന്ന് രാജിവെപ്പിച്ചത്? ഭരണസമിതിയെ തന്നെ പിരിച്ചുവിട്ട് 2 മാസത്തെ കാലാവധി ചോദിച്ചത് എന്തിനാണ്? അല്ലെ, അതൊക്കെ നമുക്ക് ചോദിക്കുന്ന കുറ്റം ചെയ്തവർ എന്തായിരുന്നാലും ശിക്ഷിക്കപ്പെടണം. അതിപ്പം മോഹൻലാൽ പറഞ്ഞില്ലെങ്കിലും ശിക്ഷിക്കപ്പെടും. കാര്യം ഈ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ അവർ ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ചില വെള്ളപൂശലിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. എല്ലാ മേഖലയിലും നടക്കുന്ന പോലുള്ള പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട്. ഇതാണ് അദ്ദേഹം അതിനകത്ത് മറ്റൊരു കാര്യം പറഞ്ഞത്. എല്ലാ മേഖലയിലും നടക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പറയുന്നത്? AMMA എന്ന് പറയുന്ന സംഘടന തലപ്പത്തിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ തലപ്പത്തിരുന്ന ഒരാളെന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ആരോപണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ വായിൽ നിന്നും വന്നത്? എല്ലാ മേഖലയിലും ഇത്തരത്തിൽ ചൂഷണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മോഹൻലാൽ എങ്ങനെ അറിഞ്ഞു? അല്ലേ, ഏതൊക്കെ മേഖലയിൽ നടക്കുന്നുണ്ട് അത് തുറന്നു പറയണം. അത് തുറന്നു പറയാൻ ഒരു മലയാള സിനിമയിലെ മുതിർന്ന താരം എന്നുള്ള നിലയിൽ മോഹൻലാൽ തയ്യാറാവണം, അല്ലെങ്കിൽ അതിനോട് മനസ്സ് കാണിക്കണമായിരുന്നു. എന്നിട്ടോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് ഇങ്ങനെയാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മുഴുവനാണ്, എല്ലാത്തിനും അമ്മയെ കുറ്റപ്പെടുത്തുന്ന രീതിയായി മാറിയെന്നും മോഹൻലാൽ പറഞ്ഞു. മലയാള സിനിമ മുഴുവൻ എങ്ങനെ അതിന് കുറ്റക്കാരാവും? മലയാള സിനിമയിൽ ഇതുവരെ കുറ്റാരോപിതരായ വിരലിലെണ്ണാവുന്നതിലധികം നടന്മാരെ കാണിച്ചു തന്നാൽ ഉണ്ടല്ലോ. എത്രയോ അധികം നടന്മാർക്ക് എതിരെ ആരോപണം വന്നിട്ടില്ല. അപ്പോൾ മലയാള സിനിമയെ മൊത്തത്തിൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അല്ലേ, ഈ മലയാള സിനിമയിലുള്ള മുഴുവൻ ആൾക്കാർ ഉത്തരം പറയണമെന്ന് പറയുമ്പോൾ അതിൽ AMMA എന്ന് പറയുന്ന സംഘടനയുമായി സഹകരിച്ച് നിൽക്കാത്ത എത്രയോ നടന്മാരുണ്ട്, അവരെയും കുറ്റം പറയണോ? ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ചില വ്യക്തികൾ ഇത്തരത്തിൽ അഴുക്ക പ്രവൃത്തി കാണിച്ചു, അല്ലെങ്കിൽ മോശപ്രവൃത്തി കാണിച്ചു, തെറ്റ് ചെയ്തു, നടിമാരെടുക്കെ വളരെ അപമര്യാദയായി പെരുമാറി, ലൈംഗിക ചൂഷണത്തിന് അവരെ വിധേയരാക്കി. ഈ സാഹചര്യത്തിൽ ഒരു സിനിമ മുഴുവൻ എങ്ങനെയാണെന്നേ ഉത്തരം പറയേണ്ടത്? അത് മോഹൻലാൽ പറഞ്ഞു വെച്ചതിലെ ഏറ്റവും വലിയ തെറ്റാണ്. AMMA എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ടവരാണ് ഇപ്പോൾ കുറ്റാരോപിതരായി പുറത്തു നിൽക്കുന്നത്. അപ്പോൾ അവരല്ലേ ശരിക്കും ഉത്തരം പറയേണ്ടത്? അപ്പോൾ സംഘടനയ്ക്ക് അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ എന്തിനാണ് ഈ പറയുന്ന ഒരു സംഘടന ഇങ്ങനെ മുന്നോട്ട് കൊണ്ടു നടക്കുന്നത്? AMMAയിൽപ്പെട്ട ആൾക്കാർക്ക് അങ്ങനെ ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ AMMA എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് കഴിയണം. എങ്കിലേ ആ സ്ഥാനം കൊണ്ട് കാര്യമുള്ളൂ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് എന്തിന് പിന്നെ അവിടെ നിന്ന് പോയി എന്നുള്ളതിന്, അതായത് രാജിവെച്ച എന്തിനെന്നുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: സിനിമയിലെ മുതിർന്ന ആളുകളുമായും മമ്മൂട്ടിയായിട്ടാണ്, നിയമവിദഗ്ധരുമായി ആലോചിച്ചിട്ടാണ് സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ പലരുമായി ആലോചിച്ചു, ഒടുവിൽ അവർ പറഞ്ഞ തീരുമാനത്തിനനുസരിച്ച് ഞങ്ങളിത് പിരിച്ചുവിട്ടു. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കമ്മിറ്റി നിലനിർത്തണം, തങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കഷ്ടപ്പാടുണ്ടാക്കിയെടുത്ത ഒരു മേഖലയാണ് സിനിമ, ദയവ് ചെയ്ത് ആ മേഖലയെ തകർക്കരുത്. സർക്കാരും കോടതിയും ഒക്കെയുണ്ട്, ഹേമ കമ്മിറ്റിയിലെ കാര്യങ്ങൾ അവർ ചെയ്തുകൊള്ളും, ദയവ് ചെയ്ത് ചെറിയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ നൽകി മലയാള സിനിമയെ തകർക്കരുത്. അതിനതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നോക്കുക: ചെറിയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ നൽകി. ആരെ സംരക്ഷിക്കാൻ? ചെറിയ കാര്യങ്ങൾ. ഇതത്ര ചെറിയ കാര്യമാണോ ലാലേട്ടാ? ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല. മലയാള സിനിമയിലെ നടികളെ എല്ലാം ബാധിച്ച പ്രശ്നമാണ്. മലയാള സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എത്തുന്നവരെ എല്ലാവരെയും ബാധിച്ച പ്രശ്നമാണ്. ഇവിടെ നമുക്കറിയാം നിരവധി പരാതികളാണ്, റിട്ടേൺ കംപ്ലൈൻറ്റുകളാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷിക്കാൻ ഏൽപ്പിച്ചവരുടെ കയ്യിൽ നിരവധി കംപ്ലൈൻറ്റുകളാണ്, നിരവധി പരാതികളാണ് എഴുതി നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടന്മാരെയും, എല്ലാവരെയും പറയുന്നില്ല, പല നടന്മാരും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നവരുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെട്ട അവരുടെ വേഷങ്ങൾ കണ്ടും അവരുടെ പെർഫോമൻസ്, അതായത് അവരുടെ അഭിനയം കണ്ടും കണ്ണ് തള്ളി ഇരുന്നു പോയ മലയാളികളുടെ മുമ്പിലേക്ക്
അവരെക്കുറിച്ചുള്ള ലൈംഗിക ആരോപണ കഥകൾ, ലൈംഗിക പീഡന കഥകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ഏത് രീതിയിൽ നമുക്ക് കാണേണ്ടി വരും? ഇതിനെയൊക്കെ ചെറിയ കാര്യം എന്ന് പറഞ്ഞ് മോഹൻലാൽ അതിനെ അങ്ങ് ചെറുതാക്കി കാണിക്കരുതേ എന്ന് മാത്രമാണ് ഒരു അപേക്ഷ. പിന്നെയോ, അമ്മയിലുള്ളവർക്ക് പലതരത്തിലുള്ള വിയോജിപ്പുകളുണ്ട്. അതാണ് അതിലൊരു പ്രശ്നം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ യുവതാരങ്ങൾ പലരും ഇതിനെ ഇതായിട്ട് കണ്ടു. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കുഞ്ചാക്കോ വരെ മൊഴി നൽകിയിട്ടുണ്ട്. മഞ്ജു വാര്യരെ സിനിമയിൽ അഭിനയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ദിലീപ് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കുഞ്ചാക്കോ ബോബൻ പരാതി നൽകി, പിന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നിരവധി നടന്മാർ ഇതിൽ കുറ്റാരോപിതരാകാതെ മാറി നിൽക്കുന്നുണ്ട്. അത്തരം ആളുകൾ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ തെറ്റ് കണ്ടിട്ട് നിയന്ത്രിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ള കാര്യം പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ പൃഥ്വിരാജിനെ നൈസായിട്ട് പുറകിൽ നിന്ന് അടിക്കുന്ന ഒരു പരിപാടിയാണ് കാണിച്ചത് അല്ലേ? അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അമ്മയിൽക്കുള്ളിൽ തന്നെയുള്ളവർക്ക് പലർക്കും എതിർപ്പുണ്ട്. പൃഥ്വിരാജ് ഈ പറയുന്ന പിന്നെ കാഴ്ചക്കെട്ടിന് പോകാറില്ല അല്ലെ? ഇത്തരം കെട്ടുകാഴ്ചകൾ കാണാൻ അവിടെ AMMയുടെ തലപ്പത്തേക്ക് അല്ലെങ്കിൽ ആ സംഘടനയുടെ പരിപാടികൾക്കൊന്നും പൃഥ്വിരാജ് പോകാറില്ല. അതുകൊണ്ട് അപ്പോൾ പൃഥ്വിരാജിനെ തന്നെ ഉന്നം വെച്ചുകൊണ്ട് മോഹൻലാൽ നടത്തിയ ഒരു പ്രയോഗമാണത്. അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, അതായത് AMMയിൽ ഇനി തെരഞ്ഞെടുപ്പ് ഉണ്ടാകട്ടെ, അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ മുന്നോട്ട് വരട്ടെ എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇവർക്കാർക്കും ഈ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ കഴിയില്ല. പിന്നീട് മോഹൻലാൽ തന്നെ പറയുന്നു AMMA എന്ന് പറയുന്ന സംഘടന ചികിത്സാ സഹായം നൽകുന്നുണ്ട്. ശരി തന്നെയാണ്. അത് നേരത്തെ അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചിലർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് ഷോ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഫണ്ട് സമാഹരണാർത്ഥം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിനകത്തൊക്കെ ഈ പറയുന്ന സംഘടനകളിൽ ചെയ്തവർ ഇതൊക്കെയും ഈ ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മയ്ക്ക് മറയായി മാറുന്നില്ല എന്നുള്ള കാര്യം മോഹൻലാൽ ഓർക്കേണ്ടതുണ്ട്. മോഹൻലാൽ ഈ പറയുന്ന ഒന്നും ശരിയല്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു. അതായത് ഈ പറയുന്ന പോലെ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം സിനിമയിലുണ്ട്. അവരാണ് പലപ്പോഴും സിനിമയിലെ പിന്നാമ്പുറത്ത് നിൽക്കുകയും അതല്ലെങ്കിൽ പാസിംഗ് ഷോട്ടുകളിൽ പലതും അഭിനയിക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്ന നിരവധിയായ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് മലയാള സിനിമയിലുള്ളത്. ചിലരെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യും. അപ്പോൾ ഇവർക്ക് പോലും അല്ലെങ്കിൽ ഇവരുടെ ജീവിതം പോലും അല്ലെങ്കിൽ ഇവർക്ക് പോലും ഒരു സെക്യൂരിറ്റി ഇല്ലാതെയാണ് ആ സിനിമാ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മറുപടി എന്താ പറഞ്ഞതെന്നറിയോ? അവർക്കും ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സംഘടന വരട്ടെ എന്ന് വെച്ചാൽ മലയാള സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒന്നും കാര്യങ്ങൾ അന്വേഷിക്കാൻ AMMA പോലൊരു സംഘടനയ്ക്ക് കഴിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് അതിനൊന്നും യാതൊരു ബാധ്യതയില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്കൊരു സംഘടന ഉണ്ടാവണം. ഇതാണോ ഉത്തരവാദിത്തപ്പെട്ട ഒരു സീനിയർ ആയിട്ടുള്ള ഒരു നടൻ പറയേണ്ടത്? അദ്ദേഹം അതിനകത്ത് തന്നെ പറയണം, 47 വർഷം മലയാള ചലച്ചിത്രത്തിൽ അഭിനയിച്ച ഒരാളെന്നുള്ള നിലയിൽ നിന്നിട്ടാണ് പറയുന്നത്. ആ ഒരു ഉത്തരവാദിത്തം മോഹൻലാൽ കാണിക്കണമായിരുന്നു. മോഹൻലാൽ ഒരിക്കൽ പോലും ഈ വാക്കുകളിൽ ഒരിടത്ത് പോലും താനൊരു സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണെന്നും കഴിഞ്ഞ 47 വർഷമായി സിനിമയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരു താരമാണെന്നും ഓർക്കാതെയാണ് പലപ്പോഴും മോഹൻലാൽ ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് വളരെ വളരെ മനോഹരമായി അദ്ദേഹം പല ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കണ്ടു. അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന സിദ്ദിഖിനെയും മുകേഷിനെയും ജയസൂര്യയെയും ബാബുരാജിനെയും അടക്കമുള്ള പീഡന ആരോപണത്തിന് വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റക്കാരായിട്ടുള്ള അവരെ നല്ല മാന്യമായി വെള്ളപൂശുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. മാന്യമായി വെള്ളപൂശുക. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അത് ഞാൻ പറയില്ല. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അത് പറയാൻ ഞാൻ യോഗ്യനല്ല. അന്വേഷണം നടക്കുമല്ലേ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഒരു മുതിർന്ന താരം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അവർ കുറ്റക്കാരാണ് എന്ന് പറയാൻ കഴിയുന്നില്ല? ഒരുപക്ഷെ അടമൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മോഹൻലാലിന്? അല്ലെങ്കിൽ അവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കാൻ എന്തുകൊണ്ട് മോഹൻലാൽ തൻ്റെ ഇടം കാണിച്ചില്ല? അല്ലേ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. തിരക്കുകളാണെങ്കിൽ ശരി, തിരക്കുകൾക്കിടയിൽ അദ്ദേഹം രാജിക്കത്ത് വളരെ വിശാലമായി എഴുതാൻ അദ്ദേഹം സമയം കണ്ടെത്തിയല്ലോ. അതായത് ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ AMMA എന്ന് പറയുന്ന ആദ്യം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരുപാട് ട്രേഡ് യൂണിയൻ അല്ല, അതുകൊണ്ട് ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്നവരാണ്. അങ്ങനെ കുടുംബം പോലെ കഴിയുകയാണെങ്കിൽ ആ കുടുംബത്തിലെ ഒരു കാർന്നോർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഈ കുടുംബത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള മുതിർന്ന താരങ്ങൾ ചർച്ച ചെയ്തില്ല? അല്ലെ, അങ്ങനെ ഒരു പരാതി സിനിമയ്ക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ AMMA എന്ന് പറയുന്ന സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരിഹരിക്കാൻ എന്തുകൊണ്ട് ഇവരുടെ ഭാഗത്തു നിന്നൊരു ശ്രമം നടത്തിയില്ല? അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ WCC പോലെയുള്ള സംഘടനകൾ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. സ്വന്തം സഹപ്രവർത്തകയെ ഒരു കാരണത്തിട്ട് പീഡിപ്പിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം പീഡിപ്പിച്ച് ആ കുട്ടിയുടെ ഭാവിയെ വരെ ഇല്ലാതാക്കിയ സമയത്തും ആ വേട്ടക്കാരനൊപ്പം നിൽക്കാനുള്ള തൻ്റെ ഇടം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ?
അല്ലെങ്കിൽ എന്താ പറയുക വളഞ്ഞ നട്ടല് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഈ സംഘടനയ്ക്ക്? അല്ലെ, തെറ്റ് ചെയ്തവർ തെറ്റാണ് ചെയ്തതെന്ന് പറയാനുള്ള ആർജവം എവിടെയെങ്കിലും മോഹൻലാൽ എന്ന് പറയുന്ന മുതിർന്ന നടൻ തൻ്റെ ഈ 47 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് സാധിച്ചിട്ടുണ്ടോ? അപ്പോഴും അവിടെ ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു AMMA എന്ന് പറയുന്ന സംഘടന ചെയ്തത്. അപ്പോൾ ഇത്ര നീചവും നിന്ദ്യവുമായ പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ട് ഒടുവിൽ മോഹൻലാൽ ഒരു ദിവസം വന്നിട്ട് എല്ലാ ഒളിവിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് വലിയ കാര്യമായിട്ട് മാധ്യമങ്ങളെ വന്ന് കണ്ട് സംസാരിച്ചാൽ മോഹൻലാൽ പറയുന്നത് കേട്ട് പഞ്ചപുച്ഛമടക്കിയിരിക്കും ഇവിടുത്തെ മാധ്യമങ്ങളെന്നും ജനങ്ങളെന്നും കരുതുന്നുണ്ടെങ്കിൽ അത് ലാലേട്ടൻ്റെ തെറ്റ് തന്നെയാണ്. ലാലേട്ടൻ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും അല്ല നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. കാര്യം 10-47 വർഷമായി നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നു, 47 വർഷമായി മലയാള സിനിമയിലുണ്ട്. മലയാള സിനിമയുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, പല ചിത്രങ്ങളിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, നിങ്ങളുടെ സംഭാവനകൾ വളരെ വലുതായിരുന്നു. അപ്പം ഈ രീതിയിലൊക്കെ ഒരു മലയാള സിനിമയുടെ ഏറ്റവും അവിഭാജ്യ ഘടകമായി മാറിയിരുന്ന മോഹൻലാലിന് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളാണെങ്കിലും ആരായിരുന്നാലും തൻ്റെ സംഘടനയിൽപ്പെട്ടവർ തെറ്റ് ചെയ്തത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവമില്ലാത്തത്? അത്തരത്തിലുള്ള ഒരു ആർജവമല്ലേ മോഹൻലാലിനെ പോലുള്ള ഒരു നടനിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ഇതുവരെ മലയാളത്തിൻ്റെ വലിയേട്ടൻ എന്ന് വിളിക്കുന്ന നമ്മുടെ മമ്മൂട്ടി ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ട് പോലുമില്ല. മലയാളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കുറേ നടന്മാരാണ്, ഇവരാരും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഒരാൾക്കെതിരെ പോലും ഇതുവരെയായി ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, തിലകനെതിരെ. അവിടെ നിർമ്മാതാക്കളിൽ നിന്ന് പണം വാങ്ങുമ്പോൾ കരാറുണ്ടാകണമെന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് തിലകനെയും വിനയനെയും ഇവിടുന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ കഴിഞ്ഞു, വിലക്കേർപ്പെടുത്താൻ കഴിഞ്ഞു. അല്ലാതെ ഈ പറയുന്ന തെറ്റ് ചെയ്തവന്മാരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവന്മാർക്കെതിരെ നടപടിയെടുക്കാൻ ഇതുവരെ AMMA എന്ന് പറയുന്ന സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായും പറയുകയാണെങ്കിൽ മോഹൻലാൽ ഇന്ന് വന്ന് ഹയാത്ത് എന്ന് പറയുന്ന ഹോട്ടലിൽ വന്ന് നിന്നുകൊണ്ട് നടത്തിയത് വെറും മെഴുകൽ മാത്രമാണ് എന്ന് അക്ഷരത്തെറ്റില്ലാതെ പറയാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.